കർത്താവിന്റെ പരിശുദ്ധ നാമം ഈ പകൽവേളയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട കർത്തൃപകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന വാത്സല്യ കർത്തൃദാസന്മാർ, കുടുംബങ്ങൾ, വാത്സല്യ മാതാപിതാക്കൾ, സഹോദരങ്ങൾ ഏവർക്കും ധന്യനും വന്യനും ആരാധനയ്ക്ക് യോഗ്യനും വീണ്ടും നമ്മെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വെളിപ്പെടുന്നവനുമായ കർത്താവായ യേശുവിന്റെ വന്യ തിരുനാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവത്തെ ആരാധിപ്പാൻ ഈ ഭൂപരപ്പിൽ ദൈവം ഇങ്ങനെ ഒരു അവസരം ദൈവം നമുക്ക് ദാനമായി നൽകി. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ അഥവാ കഴിഞ്ഞൊരു മാസക്കാലം മുഴുവനും നമ്മുടെ കുഞ്ഞുങ്ങളുടെ പരീക്ഷയോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥനയോടെ ഉപവാസത്തോടായിരിക്കാൻ മാതാപിതാക്കൾക്കും നമ്മിൽ പലർക്കും ദൈവം അവസരങ്ങൾ നൽകി. പരീക്ഷകൾ പൂർണ്ണമായി തീർന്നിട്ടില്ല. ശനിയാഴ്ച വരെ ആ പരീക്ഷകൾ നടക്കുന്നു. എന്നാൽ സഭയായി നമ്മൾ ആഹ്വാനം ചെയ്ത ആ പ്രാർത്ഥന 31-ാം തീയതി കൊണ്ട് അവസാനിച്ചു. എങ്കിൽ തന്നെയും ഞാൻ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ പരീക്ഷകൾ ഇനിയും മുമ്പിലുള്ളത് കൊണ്ട് അവരുടെ പരീക്ഷ തീരുന്നവരെയും പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ അവർക്കൊരു പിൻബലമേകി ദൈവസന്നിധിയിലായിരിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ ഇത്രത്തോളം ദൈവം സഹായിച്ചു. ഹല്ലേലൂയ. പത്രത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ പല നിലകളിലും ഈ പരീക്ഷ സമയങ്ങളിൽ കുഞ്ഞുങ്ങൾ അപകടങ്ങളിൽ പെടുന്നു, അനർത്ഥങ്ങൾ പെടുന്നു, ആപത്തുകളിൽ അകപ്പെടുന്നു. ഹല്ലേലൂയ. എങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവം സൂക്ഷിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ചെറിയ ക്ലാസ് മുതൽ വലിയ ക്ലാസ് വരെയും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിപ്പാൻ കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. അവർ ഒരനുഗ്രഹിക്കപ്പെട്ട ഒരനുഗ്രഹ വിഷയമായി തീർന്നാൽ അത് നമുക്ക് ഇന്നും ഒരു അഭിമാനമാണ്. ദൈവത്തിന് സ്തോത്രം. അവർ പരാജയപ്പെട്ടാൽ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ മറുപടി പറയാൻ കഴിയാതെ പോകും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് തലമുറകൾക്ക് വേണ്ടി നമ്മൾ വളരെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എല്ലാ നിലയിലും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിലും അനുഗ്രഹിക്കപ്പെട്ടതായ 1-2 കൂട്ടായ്മകൾ നമുക്ക് ദൈവം ദാനം നൽകി. അതിൽ കടന്നു വരികയും സംബന്ധിക്കുകയും ചെയ്ത എല്ലാ ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ നല്ല പ്രഭാതവേളയിൽ ദൈവത്തെ ആരാധിക്കുവാൻ കർത്താവ് നമുക്ക് നൽകിയ ഈ നല്ല സമയങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവപാദപീഠത്തിലായിരിക്കാം. ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ നാമത്തിൽ വന്ദനം പറഞ്ഞുകൊണ്ട് ഇന്ന് പകൽ വായിച്ച സങ്കീർത്തന ഭാഗത്തേക്ക് ശ്രദ്ധ നമുക്ക് വേഗത്തിൽ കൊണ്ടുവരാം. 89-ാം സങ്കീർത്തനമാണ് നമുക്ക് വായിപ്പാനിടയായത്. 52 വാക്യങ്ങൾ ഈ സങ്കീർത്തനത്തിലുണ്ട് എന്നുള്ളത് നമുക്കറിയാം. 3 ആഴ്ചകളായി അത് വായിപ്പാൻ കർത്താവിൽ ആശിക്കുന്നത് കൊണ്ടാണ് അതിന്റെ ആരംഭ 14 വാക്യങ്ങൾ ഇന്ന് പകൽ വായിപ്പാനിടയായിത്തീർന്നത്. വായിച്ച തിരുവചന ഭാഗങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പരിമിതമായ നിമിഷത്തിൽ അതിൽ നിന്ന് ഒരു ദൈവാലോചന പങ്കുവെക്കുവാൻ അതിന്റെ 13-ാമത്തെ വാക്യം വായിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. 89-ാം സങ്കീർത്തനം 13-ാമത്തെ വാക്യം നമുക്ക് ദൈവസന്നി വായിക്കാം. മതി. നിനക്ക് വീര്യമുള്ളൊരു ഭുജമുണ്ട്, നിന്റെ കൈ ബലമുള്ളതും നിന്റെ വലം കൈ ഉന്നതവുമാകും. ദൈവത്തിന് സ്തോത്രം. അതിന്റെ ആരംഭ ആ വാചകം ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കട്ടെ. നിനക്ക് വീര്യമുള്ള ഒരു ഭുജമുണ്ട്. ദൈവത്തിന് സ്തോത്രം. വീര്യമുള്ള ആ ഭുജത്തെക്കുറിച്ച് ചില വാക്കുകൾ ഓർപ്പിച്ച് ദൈവസന്നിധിയിൽ ഇരിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഈ വീര്യമുള്ളതായ ഭുജം ആർക്കു വേണ്ടി പ്രവർത്തിക്കുന്നു? എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു? യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിന്റെ ആരംഭ ഭാഗം നാം വായിച്ചു വരുമ്പോൾ യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? ഹല്ലേലൂയ. ദൈവത്തിന്റെ കരം, ദൈവത്തിന്റെ കൈ, ദൈവത്തിന്റെ ഭുജം, ദൈവത്തിന്റെ വലങ്കൈ, ഇങ്ങനെ വേദപുസ്തകത്തിൽ യഹോവയുടെ കരത്തോടുള്ള ബന്ധത്തിലുള്ള ഒരുപാട് പദപ്രയോഗങ്ങൾ നമുക്ക് കാണുവാനായി കഴിയും. ദൈവത്തിന് സ്തോത്രം. യഹോവയുടെ കൈയെക്കുറിച്ച് ഒരുപാട് വർണ്ണനകൾ വേദപുസ്തകത്തിലുണ്ട്. അതോടൊപ്പം തന്നെ യഹോവയുടെ ഭുജത്തെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ചില ഭാഗങ്ങൾ നമ്മുടെ ആത്മീക ജീവിതവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഓർപ്പിച്ച് ദൈവസന്നിധിയിൽ ഇരിപ്പാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുക. ദൈവത്തിന് സ്തോത്രം. ഇവിടെ വായിച്ചത് നിനക്ക് വീര്യമുള്ള ഒരു ഭുജം ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന്റെ ഭുജം വീര്യമുള്ളൊരു ഭുജമാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ബലഹീനമായ, ശക്തിരഹിതമായ, ഒരു കഴിവില്ലാത്ത, ഒരു ബലഹീനമായ ഒരു കരമല്ല നമ്മുടെ
ദൈവത്തിൻ്റെത് വീര്യമുള്ളൊരു ഭുജമാണ്. യഹോവയുടെ കൈയെക്കുറിച്ച് പറയുമ്പോഴും പറയുന്നു യഹോവയുടെ കൈ ഉയർന്നിരിക്കുന്നു, യഹോവയുടെ കൈ വീര്യം പ്രവർത്തിക്കുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് യുദ്ധവീരനായ യഹോവയായതിനാൽ, അവൻ വീരനായ ദൈവമാകയാൽ അവന്റെ ഭുജവും അവന്റെ കരവും വീര്യമുള്ളതാ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ കരം നമ്മോടുള്ള ബന്ധത്തിൽ ഏതെല്ലാം നിലകളിലാണ് നമുക്ക് സഹായകമായി, നമുക്ക് അനുഗ്രഹമായി തീരുന്നത് എന്നുള്ളത് നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് ഒന്ന് അല്പസമയം ഗ്രഹിക്കാം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ നമുക്ക് യഹോവയുടെ ഭുജത്തെക്കുറിച്ചുള്ള ഒരു പരാമർശം കാണാൻ കഴിയുന്നു. പുറപ്പാട് 3:19. എന്നാൽ മിസ്രയീം രാജാവ് ഭുജബലം കൊണ്ടല്ലാതെ നിങ്ങളെ പോകുവാൻ സമ്മതിക്കയില്ല എന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ യഹോവയായ ദൈവം മോശയോട് സംസാരിക്കുമ്പോൾ, ഇസ്രായേലിനോട് ഇടപെടുമ്പോൾ പറയുന്നു, മിസ്രയീം രാജാവായിരിക്കുന്ന ഫറവോൻ എന്റെ ഭുജത്തിന്റെ ബലം കൊണ്ടല്ലാതെ നിങ്ങളെ എന്ത് ചെയ്യത്തില്ല, വിടുവിക്കയില്ല. യഹോവയുടെ കരം, യഹോവയുടെ ഭുജം വീര്യമുള്ളത് എന്ന് പറയുമ്പോൾ തന്നെ ആ കരം വെളിപ്പെട്ട ഒരിടമാണ് അവിടെ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. ഈ മിസ്രയീമിലായിരിക്കുന്ന ഇസ്രായേൽ ജനം ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം, ദൈവത്തിന്റെ ആലോചന പ്രകാരമാണ് അവർ 430 വർഷം അവിടെ പാർക്കേണ്ടി വന്നത്. ആ 430 വർഷം കഴിഞ്ഞ് അവരെ അവിടുന്ന് പുറപ്പെടുവിക്കുമെന്നുള്ളത് അവരവിടേക്ക് പോകുന്നതിന് വളരെ കാലം മുമ്പ് ദൈവം അവരോട് സംസാരിച്ചു. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം അന്യജാതിക്കാരെ സേവിക്കും, ഞാൻ അവരെ ന്യായം വിധിച്ച് 4-ാം തലമുറ ഇവിടേക്ക് മടങ്ങി വരുമെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ട്. എന്നാൽ വാഗ്ദത്തമുണ്ടെങ്കിലും ആ വാഗ്ദത്തം പ്രാപിച്ചെടുക്കുവാൻ കഴിയാതെ അതിന് തടസ്സമായി നിൽക്കുന്ന, അതിന് എതിരായി നിൽക്കുന്ന ഒരു മിസ്രയീം രാജാവുണ്ട്. ആ മിസ്രയീം രാജാവിനോടുള്ള ബന്ധത്തിൽ ദൈവം തമ്പുരാൻ ഇവിടെ മോശയോട് പറയുകയാണ്, എന്റെ ഭുജം വെളിപ്പെട്ടിട്ടല്ലാതെ അവൻ വിടുവിക്കയില്ല. ഇന്ന് പകൽ ഞാൻ ഓർപ്പിക്കട്ടെ ദൈവമക്കളെ, വാഗ്ദത്തം നിന്നോടും നിന്റെ ഭവനത്തോടും നിന്റെ തലമുറയോടും ഉണ്ടെങ്കിലും അത് കൈകെട്ടിയിരുന്നാൽ അത് പ്രാപിപ്പാൻ കഴിയുകയില്ല. ദൈവശബ്ദം ശ്രദ്ധിക്കണമേ. അത് പ്രാപിക്കണമെങ്കിൽ ദൈവത്തിന്റെ കരം ഒന്ന് വെളിപ്പെട്ടേ മതിയാകൂ. ദൈവത്തിന്റെ ഭുജം ഒന്ന് അനുകൂലമായി ഒന്ന് ഇറങ്ങി വരാതെ, ആ കരം ചിലത് ചെയ്യാതെ, ആ കരം നിനക്ക് വേണ്ടി ചിലത് പ്രവർത്തിക്കാതെ, ഹല്ലേലൂയ, നിന്റെ വാഗ്ദത്തം ഒരിക്കലും നിനക്ക് സ്വായത്തമാക്കാൻ കഴിയത്തില്ല, നിനക്ക് പ്രാപിച്ചെടുക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. വാഗ്ദത്തം ദൈവം വിശ്വസ്തനാണ്, സത്യമായ കാര്യമാണ്. അതെന്റെ ജീവിതത്തിൽ ദൈവം നിറവേറ്റിക്കൊള്ളും എന്നുള്ള ചിന്താഗതിയോടെ ഞാൻ മൗനമായിരുന്നാൽ എനിക്കത് പ്രാപിപ്പാൻ കഴിയുകയില്ല. ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവം പറയുന്ന ആലോചന അനുസരിച്ച് ഞാനും ചലിക്കാൻ തയ്യാറാകുമ്പോ, ഞാനും പ്രവർത്തിക്കാൻ തയ്യാറാകുമ്പോ, ഞാനും എഴുന്നേറ്റ് നിൽക്കുന്ന ദൈവത്തോട് ചേർന്ന് ഞാനും ഹല്ലേലൂയ പ്രവർത്തന ആ ഒരു മേഖലയിൽ എത്തിച്ചേരുമ്പോൾ ദൈവം എനിക്ക് വേണ്ടി ചെയ്യുന്ന അത്ഭുതങ്ങൾ എന്റെ കൺമുമ്പിൽ ഞാനും കാണാനിടയാകും, എന്റെ കൺമുമ്പിൽ ഞാനും അനുഭവിപ്പാനിടയായിത്തീരുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാമും ചില അവസരങ്ങളിൽ പ്രവർത്തിച്ചെങ്കിലേ അതുകൊണ്ടൊരു വിടുതൽ പ്രാപിപ്പാൻ കഴിയത്തുള്ളൂ. ഞാൻ ഒരിക്കൽ ഒരു ചെറിയൊരു ഉദാഹരണം ഓർപ്പിച്ചത് ദൈവമക്കളുടെ ശ്രദ്ധയിലുണ്ടെന്ന് ചിന്തിക്കട്ടെ. 21 ദിവസം ഒക്കെ ഈ തള്ളക്കോഴിയുടെ കീഴിൽ ഇങ്ങനെ മുട്ട നമ്മൾ അടവെച്ച് കുഞ്ഞിനെ വിരിക്കുവാനായിട്ടൊക്കെ ആ ക്രമീകരണത്തോടുകൂടി കാത്തിരിക്കും. 21 ദിവസങ്ങളൊക്കെ കഴിയുമ്പോൾ അത് ചൂടുപിടിച്ച് അകത്തു ജീവൻ വ്യാപരിക്കുന്നതാണെങ്കിൽ, ഒരു കുഞ്ഞിനെ വിരിയിക്കാനുള്ള ശേഷി അതിനുണ്ടെങ്കിൽ എല്ലാ മുട്ടകളൊന്നും കുഞ്ഞിനെ ദാനം ചെയ്യത്തില്ല, കോഴിക്കുഞ്ഞ് പുറത്തു വരത്തില്ല. അതിന് ശേഷിയുള്ളത് ആ സമയമാകുമ്പോൾ അമ്മ കോഴിക്ക് അറിയാം അത് എവിടെ, ഹല്ലേലൂയ, അതിന്റെ പുറന്തോട് പൊട്ടിക്കണമെന്ന്. ദൈവത്തിന് സ്തോത്രം. അതിന്റെ പുറന്തോടിൽ 1-2 ഭാഗത്ത് ഇതിന്റെ ചുണ്ടുകൊണ്ട് അതൊന്ന് ഹല്ലേലൂയ പൊട്ടിച്ചു കഴിയുമ്പോൾ അതിനകത്ത് പാകമായി നിൽക്കുന്നതായ കുഞ്ഞ് അതിന്റെ ചുണ്ട് പുറത്തോട്ടൊന്ന് കാണിക്കും. അതിന്റെ ഹല്ലേലൂയ ആ തോടിന് പുറത്തേക്ക് വരാൻ അതിന് കഴിയത്തില്ല. പക്ഷേ അതിന്റെ ചുണ്ടൊന്ന് കാണിക്കുമ്പോൾ
കാണുമ്പോൾ ബാക്കി ആ തള്ളക്കോടി അതിനു വേണ്ടി ചെയ്യും. ബാക്കിയൂടെ പൊട്ടിച്ച് അതിനെ പുറത്തെടുക്കുന്നത് പോലെ ദൈവത്തിന് സ്തോത്രം. ദൈവമൈതലേ, വാഗ്ദത്തമുണ്ടെങ്കിലും അത് പ്രാപിച്ചെടുക്കുവാൻ നിനക്കും ഒരു പങ്കുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. നീയും ചില കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിന്റെ വാഗ്ദത്തം നിന്റെ കൈപ്പിടിയിൽ ഒതുക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. അത് കൈപ്പിടിയിൽ തരാൻ ദൈവം മതിയായവനാണ്. ഇന്നു പകൽക്കാലവും മിസ്രയീം രാജാവിനോടാണ് ഇടപെടേണ്ടതെങ്കിൽ ദൈവം അവിടെ സംസാരിക്കും. അല്ല ഫറവോനോട് ഇടപെടേണ്ടതെങ്കിൽ, അല്ലെങ്കിൽ നെബൂഖദ്നേസറിനോട് ഇടപെടേണ്ടതെങ്കിൽ, അശൂർ രാജാവിനോട് ഇടപെടേണ്ടതെങ്കിൽ, അമാലേക്ക് രാജാവിനോട് ഇടപെടേണ്ടതെങ്കിൽ ദൈവം ഇന്നു പകൽ സംസാരിക്കുമെന്നുള്ള കാര്യം മറക്കരുത്. അതുകൊണ്ട് മോശയോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. എന്റെ ഭുജബലം കൊണ്ടല്ലാതെ. മോശെ, നിനക്കും ഭുജമുണ്ട്, നിനക്കും കഴിവുണ്ട്. ഹല്ലേലൂയ. ഒരു പക്ഷേ നീ വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള നിന്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ ഒറ്റയടിക്കൊരു മനുഷ്യനെ ഹല്ലേലൂയ തകർത്ത് മണലിനകത്ത് പൂഴ്ത്തിക്കളയാനുള്ള ഒരു ശേഷിയുള്ള, ഒരു കായിക ബലമുള്ള ഒരു ശരീരം, അതിനുള്ള കരുത്തുള്ള ഒരു ജീവിതം കഴിഞ്ഞകാല അനുഭവത്തിൽ നിനക്കുണ്ട്. പക്ഷേ ആ ഭുജം കൊണ്ട് ഇവിടെ ഒന്നും നടക്കയില്ല. വല്ലതും നടക്കണമെങ്കിൽ എന്റെ കാര്യം പ്രവർത്തിക്കണം. ഇന്ന് പകൽക്കാലം ദൈവമൈതലേ, ചിലതിന് വിടുതൽ പ്രാപിക്കാൻ, ചിലതിനൊരു ആശ്വാസം നേടുവാൻ നമ്മുടെ കരങ്ങൾ കൊണ്ട് എന്തെല്ലാം ചെയ്താലും അതിനൊന്നും ഒരു ശേഷിയില്ലാതിരിക്കുമ്പോ, ഒന്നിനും ഒരു ഫലം തരാതിരിക്കുമ്പോ ഇന്ന് പകൽ വിശ്വസിച്ച ദൈവസന്നിധിയിൽ ആമേൻ പറയണം. കർത്താവേ, നിന്റെ ഭുജം എനിക്ക് വേണ്ടി ഒന്ന് ചലിച്ചാൽ, അല്ലെ എനിക്ക് ചില വിടുതൽ നേടാൻ കഴിയും, എനിക്ക് ചില ആശ്വാസം പ്രാപിപ്പാൻ കഴിയും. എന്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം അത് നിമിത്തം ഉണ്ടാകാനിടയായിത്തീരും. ഹല്ലേലൂയ. വാഗ്ദത്തമുണ്ടെങ്കിലും പുറത്തു വരാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. വാഗ്ദത്തമുണ്ടെങ്കിലും അത് പ്രാപിച്ചതാണെങ്കിലും പുറത്തു വരാൻ കഴിയത്തില്ല. അത് പുറത്തു വരണമെങ്കിൽ എന്റെ കർത്താവ് ഇടപെടണം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിക്കുമ്പോ, ഹല്ലേലൂയ, ഞാൻ ദൈവത്തെ ആരാധിക്കുമ്പോ, ഞാൻ ദൈവസന്നിധിയുടെ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച് അതിനെതിരെ നിൽക്കുന്നതായ ശക്തികളെ ഞാൻ ശാസിച്ചു ജയിക്കുമ്പോ എന്റെ കർത്താവ് എനിക്ക് വേണ്ടി മുമ്പിലുണ്ടെന്ന കാര്യം മറക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെറിയ പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: തകർക്കുന്നവൻ നിനക്ക് മുമ്പായി പോകുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ആ തകർക്കുന്നവനായ കർത്താവ്, ആ രാജനായ ദൈവം, അവന്റേതായ വീര്യമുള്ളതായ ഭുജം ഇന്ന് പകൽ എനിക്ക് വേണ്ടി, നിനക്ക് വേണ്ടി നമ്മുടെ മുമ്പിൽ നടകൊള്ളുന്നു എന്ന് കേവലം ഒരു ദൂതനെയല്ല ഞാനും നീ കാണേണ്ടത്. അതിനേക്കാൾ അപ്പുറമായി സാക്ഷാൽ ദൈവമായവൻ. ഹല്ലേലൂയ. ആ വീര്യമുള്ള ഭുജമുള്ള കർത്താവ് എനിക്ക് വേണ്ടി ഇറങ്ങി വരികയാ, എനിക്ക് വേണ്ടി അവൻ മുൻപിൽ നടക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കോരസിനോട് ദൈവം പറയുന്നത് പോലെ, ഹല്ലേലൂയ, വാതിൽകം നിനക്ക് അടയാതിരിക്കേണ്ടതിന്, ഹല്ലേലൂയ, വാതിൽകം നിനക്ക് അടയാതിരിക്കേണ്ടതിന്. കോരസിനെ കുറിച്ച് ദൈവം പറഞ്ഞത് അവൻ എന്റെ ഇടയനെന്നാ. ജാതീയ രാജാവാണെങ്കിലും കോരസിനെ കുറിച്ച് പറഞ്ഞു അവൻ എന്റെ ഇടയൻ, അവൻ എന്റെ ഹിതമൊക്കെ ചെയ്യുമെന്ന. ദൈവത്തിന് സ്തോത്രം. എങ്കിലും കർത്താവ് പറഞ്ഞു വാതിലുകൾ അവൻ അടയാതിരിക്കേണ്ടതിന്. വിളിയുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിലും, ഹല്ലേലൂയ, ഹല്ലേലൂയ, വാഗ്ദത്തത്തോടെ അടുക്കുമ്പോൾ ഉണ്ടല്ലോ ചില വാതിൽ അടഞ്ഞു വരും. ഹല്ലേലൂയ. പിശാച് അടച്ചെന്നിരിക്കുക. ഹല്ലേലൂയ. ആ നന്മ നീ പ്രാപിക്കാതിരിക്കാൻ, ആ വാഗ്ദത്തം നീ നേടാതിരിക്കുവാൻ, ആ വിടുതൽ നിന്റെ ജീവിതത്തിൽ, ഹല്ലേലൂയ, അത് സ്വായത്തമാക്കാതിരിക്കുവാൻ ഒരുപക്ഷെ വാതിലുകൾ അടയാൻ സാധ്യതയുണ്ട്. പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നു വാതിലുകൾ അടയാതിരിക്കേണ്ടതിന്. ഹല്ലേലൂയ. ഇരുമ്പോടാമ്പലുകളെ, ഹല്ലേലൂയ, തകർക്കുന്നവൻ, താമ്ര കടവുകളെ നിനക്ക് വേണ്ടി ഭേദിക്കുന്നവൻ ഇന്ന് പകൽക്കാലം ആ വീര്യമുള്ള ഭുജവുമായി അവൻ നമുക്ക് വേണ്ടി മുന്നടക്കുകയാ. ആ ആത്മീക വെളിപ്പാടോടുകൂടി വേണം ഈ വചനം ഏറ്റെടുത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ. ഹല്ലേലൂയ. ഞാൻ ഭാരപ്പെടുന്ന വിഷയങ്ങളിൽ, എന്നെ വേദനിപ്പിക്കുന്ന വിഷയങ്ങളിൽ, അത് വാഗ്ദത്ത വിഷയത്തോടുള്ള ബന്ധത്തിലാണെങ്കിൽ എത്രയോ ദൈവദാസന്മാർ പറഞ്ഞു, എത്രയോ ദൈവദാസിമാർ പറഞ്ഞു, എത്രയോ പ്രാവശ്യം ആവർത്തിച്ച ഒരേ വിഷയത്തിൽ ആലോചനകൾ ഒന്നിലധികം പ്രാവശ്യം കേട്ടിട്ടും അത് പ്രാപിപ്പാൻ കഴിയാതെ അതൊക്കെ അടുത്തു വരുമ്പോൾ തട്ടി മാറ്റുന്നത് പോലെ, പ്രാപിക്കേണ്ട സമയമാകുമ്പോൾ അതിനെ തള്ളി നീക്കുന്നത് പോലെ, അതിനെ വൈകിക്കുന്നത് പോലുള്ള അനുഭവങ്ങളെ ഇന്ന് പകൽക്കാലം ഇടപെടാൻ എന്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ദൈവം പറയാം മുമ്പോട്ട് പോകണമെങ്കിൽ, ആ വാക്യം ഒന്നുകൂടെ വായിച്ച് 19-ാം വാക്യം. ഹല്ലേലൂയ. നിനക്ക് പോകണമെങ്കിൽ, നിനക്ക് മുന്നോട്ട് പോകണമെങ്കിൽ, ഹല്ലേലൂയ, എന്റെ ഭുജം വെളിപ്പെട്ടേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഞാൻ ആരാണെന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്നവനാണ് ഈ ഫറവോൻ. പുറപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നു.
ഹല്ലേലൂയ. ഞാൻ യഹോവയുടെ വാക്ക് കേൾക്കേണ്ടതിന് അവനാർ? ഞാൻ ഇസ്രായേലിനെ വിട്ടയക്കത്തില്ല. കർത്താവ് പറഞ്ഞു ക്വസ്റ്റ്യൻ ചെയ്യുന്നവനാ. ഹല്ലേലൂയ. അവൻ ചോദ്യം ചെയ്യുന്നവനാ. പക്ഷേ എന്റെ ഭുജം ഞാൻ അന്ന് വെളിപ്പെടുത്തും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ കരത്തിന്റെ മഹിമ എന്താണെന്നുള്ളത് ഞാനൊന്ന് വെളിപ്പെടുത്തും. ഹല്ലേലൂയ. എന്റെ നീതിയുടെ കരം ഞാനൊന്ന് വെളിപ്പെടുത്തി കഴിയുമ്പോൾ പോകാൻ അവൻ അനുവദിക്കും. നമുക്കറിയാം 9 ബാധയും അയച്ചിട്ട് ഇവൻ ഒരു മാനസാന്തരവും വന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. 9 ബാധ അയച്ചു. മാറി മാറി ഏതെല്ലാം തലങ്ങളിൽ കഷ്ടത അനുഭവിക്കാമോ അതെല്ലാം അനുഭവിച്ചു. പക്ഷേ പിന്നെയും മനസ്സ് കഠിനപ്പെട്ട് നിൽക്കുകയാ. 10ാമത്തെ ബാധയായ കടിഞ്ഞൂൽ സംഹാരത്തോടുകൂടെ അവൻ്റെതായ കൊമ്പൊടിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾ എങ്ങനെയും പോയി ഇവിടെ നിന്ന് നിങ്ങൾക്കുള്ള എല്ലാരും കൂടെ പോയി എന്ത് ചെയ്തോണം? ആരാധിച്ചോണം. ദൈവത്തിന് സ്തോത്രം. യഹോവയുടെ ഭുജം വെളിപ്പെട്ടപ്പോഴാണ് മനസ്സിലായത്, ഹല്ലേലൂയ, ഞാൻ കണ്ട പല ദൈവങ്ങളെ പോലൊരു ദൈവമല്ല ഈ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഈ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണെന്ന് ഫറവോൻ ഗ്രഹിച്ചറിഞ്ഞത് ദൈവത്തിന്റെ കാര്യം മനസ്സിലാക്കിയപ്പോഴാ. ഹല്ലേലൂയ. ഫറവോന്റെ മന്ത്രവാദികൾ പോലും പറഞ്ഞു ഇത് ദൈവത്തിന്റെ വിരലാണെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവർക്ക് മനസ്സിലായി. ഹല്ലേലൂയ. ഞങ്ങളെ കൊണ്ടൊക്കെ ചിലതൊക്കെ പറ്റുമെങ്കിലും എല്ലാം ഒന്നും പറ്റത്തില്ല, എല്ലായ്പ്പോഴും പറ്റത്തില്ല. അതിനൊരു പരിധിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ, ഒന്നും നീങ്ങാൻ കഴിയത്തില്ല. ദൈവമക്കളെ, ഒരു പക്ഷേ ആരംഭ സമയങ്ങളിൽ നിന്നെ പരാജയപ്പെടുത്താൻ ശത്രുവിന് കഴിഞ്ഞെന്നിരിക്കാം. ഏതെങ്കിലും തന്ത്രങ്ങളോ അവന്റെ ഏതെങ്കിലും പരിപാടികൾ ഉപയോഗിച്ച് നിന്നെ ബലഹീനപ്പെടുത്താനോ നിന്നെ നിരാശപ്പെടുത്താനോ നിന്നെ ക്ഷീണിപ്പിക്കാനോ ഇനിയും പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലെന്ന് പറയാനോ ഇനിയും ഹല്ലേലൂയ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് കാര്യമില്ലെന്ന് പറയാനോ ഇങ്ങനെ ദൈവമാണ് വലിയവനെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലെന്നൊക്കെ പറഞ്ഞ് നിന്നെ ക്ഷീണിപ്പിക്കാൻ ഒരു പക്ഷേ അവൻ എഴുന്നേറ്റെന്നിരിക്കും. തളരരുത്. ദൈവത്തിന്റെ വിരലാണെന്നുള്ളത് മറ്റുള്ളവർ തിരിച്ചറിയുന്നൊരു സമയമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ വചനം ശക്തിയോടെ മുഴങ്ങുമ്പോ ചിലയിടങ്ങളിൽ ആ വിടുതലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. ചില കുടുംബങ്ങളിൽ, വ്യക്തികളിൽ ആ വിടുതലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഈ ഏപ്രിൽ മാസം ആരംഭ ഞായറാഴ്ചയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദൂത് ഇവിടെ സംസാരിക്കുമ്പോ ഹല്ലേലൂയ അടുത്തുമകലയുമായി ദൈവത്തിൻ്റെതായ ചലനങ്ങൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക. മുന്നോട്ട് പോകാൻ കഴിയാത്തവണ്ണം ജനത്തെ പിടിച്ചൊതുക്കുന്ന, ജനത്തെ വിട്ടയക്കയില്ലെന്ന് പറയുന്നതായ ആ ശത്രുവിൻ്റെതായ ബലത്തിന്റെ മേൽ യഹോവയുടേതായ ഭുജം വെളിപ്പെടാൻ പോകുകയാണ്. ഹല്ലേലൂയ. ദൈവം ഈ വാക്ക് പറയാനൊരു കാരണമുണ്ട്. 430 വർഷം അല്ലെങ്കിൽ 400 വർഷം ഈ ഫറവോൻ തന്റെ ഭുജം കൊണ്ടാ ഇവരെ അമർത്തിക്കൊണ്ടിരുന്നത്. ഇവരുടെ ജീവിതത്തെ കയ്പായി. അയ്യം വിളിക്കേണ്ടി വന്നു. പല പ്രാവശ്യം അയ്യം വിളിച്ചു, നിലവിളിച്ചു. കർത്താവേ, ഇത് കാണുന്നില്ലല്ലോ എന്ന് പല പ്രാവശ്യം ചോദിച്ചപ്പോഴും ഒക്കെ ഒരു മറുപടിയും കിട്ടിയില്ല. ഹല്ലേലൂയ. ഒരു ഉത്തരവും കിട്ടിയില്ല. ഹല്ലേലൂയ. അപ്പൊ ഫറവോന് മനസ്സിലായി, ഈ 4 നൂറ്റാണ്ട് ഇവരെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ അതാ വലിയ കാര്യമെന്ന് ചിന്തിച്ചു. ഹല്ലേലൂയ. ഇവരൊക്കെ നിലവിളിച്ചു. എത്രയോ പ്രാവശ്യം ഫറവോനെ കേൾക്കെ അവര് നിലവിളിച്ചത്, കർത്താവേ, ഈ അടിയും ഇവരുടെ ഈ പ്രഹരവും ഇവരുടെ ഈ ശാരീരികവും മാനസികമായിട്ടുള്ള ഈ മുറിവേൽപ്പിക്കുന്ന അനുഭവങ്ങളൊന്നും കർത്താവെ കണ്ടിട്ട് നീ എന്താ പ്രവർത്തിക്കാത്തതെന്ന് ഇവർ പല പ്രാവശ്യം ചോദിച്ചു കാണും. അപ്പോഴൊന്നും ഒരു മറുപടി ഇല്ലാതെ വന്നപ്പോൾ ഫറവോൻ തീരുമാനിച്ചു, ഹല്ലേലൂയ, എന്റെ മുമ്പിൽ ദൈവം ഒന്നും പ്രവർത്തിക്കത്തില്ല, ഞാനാ വലിയവൻ. അതുകൊണ്ടാണ് 5-ാം അധ്യായത്തിൽ താൻ പറഞ്ഞത്, എന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുന്ന ദേവൻ ആര്? പുള്ളി അങ്ങ് ഉയർന്ന് സുപ്രീം കോടതി താനാണെന്ന് അങ്ങ് തീരുമാനിച്ചു. ഞാനാണ് വലിയവനെന്നും എന്നേക്കാൾ വലിയവൻ ഇല്ലെന്നും അവൻ ചിന്തിച്ചു. പക്ഷേ ഉന്നതനേക്കാൾ ഒരു അത്യുന്നതൻ ഉണ്ടെന്ന് തെളിയിക്കേണ്ടത് ദൈവമക്കളോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ആവശ്യമാണ്. കരയുന്നവരോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ദൈവം മറുപടി പറഞ്ഞത്, എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു, അവരെ വിടുവിപ്പാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. അവിടെ മറ്റൊരു പടകൂടുണ്ട്, അവരുടെ സങ്കടങ്ങൾ ഞാൻ അറിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷെ നിലവിളി മറ്റുള്ളവർക്ക് കേൾക്കാൻ കഴിയും, എന്നാൽ സങ്കടങ്ങൾ എല്ലാവരും അറിഞ്ഞെന്ന് വരത്തില്ല. ഹല്ലേലൂയ. നിന്റെ ഉള്ളിൽ മാത്രം ഒതുക്കി നീയും ദൈവമായി മാത്രമുള്ളപ്പോൾ തുറന്നു പറയുന്ന ചില സങ്കടങ്ങൾ ഉണ്ടല്ലോ, തുറന്നു പറയുന്ന ചില വേദനകൾ ഉണ്ടല്ലോ, അത് ദൈവം മാത്രമേ അറിയുന്നുള്ളൂ. ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന കൂടപ്പിറപ്പ്, നിന്റെ സങ്കടങ്ങൾ അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം പറയുന്നു, ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വേദപുസ്തകത്താളുകൾ എവിടെ പരിശോധിച്ചാലും ദൈവം എവിടെയൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടോ അവിടെയൊക്കെ ജനത്തിനൊരു വിടുതൽ ഉണ്ടായിട്ടുണ്ട്. അല്ല, വ്യക്തികൾക്കൊരു വിടുതൽ ഉണ്ടായിട്ടുണ്ട്, സമൂഹങ്ങൾക്കൊരു വിടുതൽ ഉണ്ടായിട്ടുണ്ട്, കുടുംബങ്ങൾക്കൊരു വിടുതൽ ഉണ്ടായിട്ടുണ്ട്. ഇന്നു പകൽക്കാലം നമുക്ക് വേണ്ടി ദൈവം ഇറങ്ങി വന്നെങ്കിൽ അതൊരു നിശ്ചയമായ ഒരു വിടുതലിൽ മാത്രമേ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ആ തന്റെ പ്രവൃത്തി അവസാനിപ്പിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് വിശ്വാസത്തോടെ ദൈവസന്നിധിയിലായിരിക്കാം. എന്റെ ഭുജം കൊണ്ടല്ലാതെ അവൻ ഇസ്രായേൽ മക്കളെ പോകാൻ സമ്മതിക്കത്തില്ല. ഇസ്രായേലിന്റെ ചരിത്രമൊക്കെ പഠിച്ചു നോക്കിയാൽ ഈ സംഭവങ്ങൾ ദൈവം അവരോട് ആവർത്തിച്ചു പറയുന്ന ഒരു ഭാഗം ആവർത്തന പുസ്തകത്തിലുണ്ട്. 4-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിൽ അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തെ നടത്തിയതിന്റെ ഒരു സമ്മറി റിപ്പോർട്ട് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഒരു ചുരുക്കമായിട്ട് അവർ കണ്ട അത്ഭുതങ്ങളെ കുറിച്ചുള്ള ഒരു ചെറിയ പട്ടിക അവിടെ പറഞ്ഞിട്ടുണ്ട്. 4:34. നീ കാണുക, നിങ്ങൾക്ക് വേണ്ടി ചെയ്തതൊക്കെയും പരീക്ഷകൾ, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, ബലമുള്ള കൈ, നീട്ടിയ ഭുജം, ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തോട് ചോദിക്കുക, ഇങ്ങനെയുള്ള പ്രവർത്തികളൊക്കെ ചെയ്ത് ഒരു ജാതിയെ മറ്റൊരു ജാതിയുടെ ഇടയിൽ നിന്ന് പുറപ്പെടുവിക്കുവാൻ ഏതെങ്കിലും ഒരു ദൈവം ഉദ്യമിപ്പിച്ചിട്ടുണ്ടോ, തയ്യാറായിട്ടുണ്ടോ? ഓർത്ത് നോക്കുക ദൈവവൈതലേ, നിനക്ക് വേണ്ടി ചെയ്തതൊക്കെ വിവരിച്ചാൽ, ഹല്ലേലൂയ, ഓർത്ത് നോക്കിക്കേ, നിന്റെ കുലത്തിലും കുടുംബത്തിലും ഒന്നും ആർക്കും ഇങ്ങനെ ദൈവം ചെയ്തിട്ടില്ലല്ലോ. എനിക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ വിചാരങ്ങൾ എത്ര വലിയതാണെന്ന് പറയത്തക്ക നിലയിൽ ഇന്ന് പകൽക്കാലം അനുഭവങ്ങളുടെ ഒരു വലിയ പട്ടിക ദൈവം നമുക്ക് തന്നിട്ടില്ലേ? ഓർത്ത് നോക്കിയാൽ, ഹല്ലേലൂയ, ചിന്തിച്ചു നോക്കിയാൽ, ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ കടന്നു വന്നതായ പാതകൾ എത്രയോ വലിയത്. ഹല്ലേലൂയ. ഒരുപക്ഷേ ചാടിക്കടക്കാൻ കഴിയത്തില്ലല്ലോ കർത്താവേ എന്നോർത്ത് ഹല്ലേലൂയ നിരാശപ്പെട്ട് അല്ലെ കരഞ്ഞ വേളകളിലൊക്കെ നാം അറിയാതെ നമ്മെ അക്കരെ എത്തിച്ച കർത്താവിന്റെ കരം, ഹല്ലേലൂയ, ഹല്ലേലൂയ, മരണത്തിന്റെ താഴ്വരയിലും നമ്മെ താങ്ങിയ യഹോവയുടെ കരം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം ആ അനുഭവത്തിൻ്റെതായ മുമ്പിലാണ് ദൈവമക്കളായ നാം ദൈവസന്നിധിയിൽ നിലനിൽക്കുന്നത്. ഇന്നലകളിൽ എന്നോട് കൂടെ ഇരുന്നവൻ, ഇന്നലകളിൽ എന്നെ സഹായിച്ചവൻ ഇന്നും എന്റെ ദൈവമാ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പരീക്ഷണങ്ങൾ വരുമ്പോ, പരിശോധന വരുമ്പോ എന്തുകൊണ്ടാണ് നമ്മൾ കുലുങ്ങാത്തെന്നറിയാമോ? ഞാൻ ഒരുവനെ കണ്ടിട്ടുണ്ട്, ഇന്നലകളിൽ ഞാൻ ആ കർത്താവിനെ രുചിച്ചറിഞ്ഞിട്ടുണ്ട്. എന്റെ ഒരാവശ്യത്തിലും അവൻ പോരാത്തവനായി ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇന്നലകളുടെ ദൈവം ഇന്നിന്റെ ദൈവമാണ്, ഇന്നിന്റെ ദൈവം നാളെയുടെ ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ആ ദൈവസന്നിധിയിൽ അനുഭവ സമ്പത്ത് പ്രാപിച്ച ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അത് ചില അവസരങ്ങളിലൊക്കെ അല്ലെ ഇസ്രായേൽ മക്കളോട് പറഞ്ഞ പോലെ വീട്ടിലിരിക്കുമ്പോൾ പറയണം. ആരോട് പറയണം? തലമുറയോടൊക്കെ പറയണം. ദൈവത്തിന് സ്തോത്രം. ഈ കഴിഞ്ഞ ഒരു ദിവസവും ഞാനൊരു ഭവനത്തിൽ ചെന്നപ്പോ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ പറയാനിടയായി, അല്പം മുമ്പും പാസ്റ്ററേ ഭാര്യയും ഭർത്താവുമേ വീട്ടിലുള്ളൂ, എന്നാലും അവർ തമ്മിൽ പറഞ്ഞു, കഴിഞ്ഞ നാളുകൾ നമ്മെ വിടുവിച്ച ദൈവം എത്ര വലിയവനാ. ഞാനപ്പോ ഓർത്തുപോയി. ഹല്ലേലൂയ. പറയാൻ വേറെ ഒന്നുമില്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അവസരമൊക്കെ കിട്ടുമ്പോ ഹല്ലേലൂയ, നമുക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അതിന്റെ ഇടയിൽ ഓർക്കണം, നമ്മൾ കണ്ടെത്തിയ കർത്താവ് എത്ര വലിയവനാ. ഹല്ലേലൂയ. നമ്മളെ ഇവിടെ വരെ കൊണ്ടെത്തിച്ച കർത്താവ്, ഇത്രത്തോളം ഒക്കെ നമ്മെ പരിപാലിച്ച ദൈവം, നമ്മെ അനുഗ്രഹിച്ച ദൈവം, നമ്മുടെ കുഞ്ഞുങ്ങളെ മാനിച്ച ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ദേശക്കാരുടെ നടുവില്, നമ്മുടെ ചാർച്ചാ ബന്ധങ്ങളുടെ നടുവില് ആർക്കും വിടുവിക്കാൻ കഴിയാത്ത ആ പാപത്തിന്റെ കരാളഹസ്തങ്ങളിൽ നമ്മെ വിടുവിച്ച, ആർക്കും വിടുവിക്കാൻ കഴിയാത്ത രോഗത്തിൽ നിന്നും നിന്നയിൽ നിന്നും ദൈവം നമ്മെ വിടുവിച്ച ആ ദൈവം എത്ര വലിയവന്. ഹല്ലേലൂയ. ആ ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടെ നാം ദൈവസന്നിധിയിലായിരിക്കണം. അപ്പോൾ ഒന്നാമത് ഈ ഭുജം, ഹല്ലേലൂയ, മുന്നോട്ട് പോകാൻ കഴിയാതെ വരുന്ന മേഖലകളിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് ഈ ഭുജം. ഒന്നാമത്തെ ചിന്ത അതാണ്. മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല, എന്നാൽ പോയേ മതിയാകുള്ളൂ. വാഗ്ദത്തം മുമ്പിലുണ്ട്. ഹല്ലേലൂയ. വാക്കു പറഞ്ഞവൻ മാറാത്തവന്, പക്ഷേ ഒരു നിലയിലും മുന്നോട്ട് വിടുകയില്ലെന്ന് തടസ്സം നിൽക്കുന്ന ഒരു എതിരാളി, ദൈവത്തിന് സ്തോത്രം, അല്ലെ തടസ്സം നിൽക്കുന്ന ഒരു വൈരിയുടെ മുമ്പിൽ ഏത് വിധേന
വിധേനയും ഹല്ലേലൂയ നമ്മെ ഒതുക്കിക്കളയാൻ, ഏത് വിധേനയും നമ്മുടെ ഗമനത്തെ തളച്ചിടാൻ അവനുള്ളതായ ബലമുണ്ട്. പക്ഷേ ദൈവം പറഞ്ഞു, ഇനി ഞാൻ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം വായിച്ചു നോക്കിയാൽ നമുക്കറിയാം, ദൈവം അവരോട് പറഞ്ഞ ആ ദിവസത്ത് തന്നെ. അവയുടെ ഭാഗം നമുക്ക് ഒരു നിമിഷം ശ്രദ്ധിക്കാം. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകത്തിലേക്ക് വരാം. അതിന്റെ 12:40-41. 430 സംവത്സരമായിരുന്നു. അടുത്ത വാക്യം, 430 സംവത്സരം കഴിഞ്ഞിട്ട് ആ ദിവസം തന്നെ. ഹല്ലേലൂയ. കഴിഞ്ഞ 430 വർഷം തടയാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. കഴിഞ്ഞ 430 വർഷം നിന്റെ ജീവിതത്തെ കയ്പാക്കാൻ കഴിഞ്ഞു. നിന്നെ കൊണ്ട് ചെയ്യിക്കാൻ കഴിയുന്നതൊക്കെ ചെയ്തു. നിനക്ക് മനസ്സുണ്ടെങ്കിലും മനസ്സില്ലെങ്കിലും നിന്നെ കൊണ്ട് പെടാപ്പെടുത്തിയതായ ആ കഷ്ടപ്പാടുകൾ വളരെ അധികമാണ്. ഹല്ലേലൂയ. എന്നാൽ ദൈവം പറഞ്ഞു, ഇനി ഞാൻ അനുവദിക്കത്തില്ല. ഇന്ന് പകൽക്കാലം ഇനി ഞാൻ അനുവദിക്കയില്ല. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, വിശ്വാസം ഉണ്ടെങ്കിൽ ആ വചനത്തിൽ ഒന്ന് കൈവച്ചൊന്ന് സ്തോത്രം ചെയ്യാമോ? ആ വചനത്തിൽ ഹല്ലേലൂയ ആ വലങ്കരം വെച്ചൊന്ന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. എന്റെ കഷ്ടതയുടെ കാലം തീരാറായി. ഇത് ദൈവത്തിന്റെ വാക്കുകൾ, അത് ദൈവത്തിന്റെ പ്രവചനമാ. ഞാൻ അനുഭവിച്ചതായ ദുരിതകാലം തീരാറായി. എന്റെ പുറപ്പാടിന്റെ സമയമെടുത്തു. എന്റേതായ പുറപ്പാടിന്റെ സമയമെടുത്തു. വാഗ്ദത്തമുള്ള ദേശത്തേക്ക് ദൈവമനെ നടത്തുവാൻ അവന്റെ ബലമുള്ള ഭുജം എനിക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. ഇന്നലകളിൽ വരെ തടയാൻ നോക്കി. ഹല്ലേലൂയ. ഈ മോശ ഈ 10 അത്ഭുതങ്ങൾ ചെയ്യുന്നതിനോടുള്ള ബന്ധത്തിൽ 9 അത്ഭുതം ചെയ്യുമ്പോഴൊക്കെ പറഞ്ഞു. ആരംഭ സമയത്തൊക്കെ പിടിമുറുക്കിയിരുന്നെങ്കിലും ചില സമയങ്ങൾ കഴിഞ്ഞപ്പോഴൊക്കെ പറഞ്ഞു, ഒരു പക്ഷേ അല്ലെ നിങ്ങൾ പുരുഷന്മാര് മാത്രം പോകൂ, മറ്റുള്ളവരൊക്കെ ഇവിടെ നിൽക്കട്ടെ. അങ്ങനെ ഭാഗമായിട്ട് ഇങ്ങനെ പറഞ്ഞു. അവസാനം പറഞ്ഞു, നിങ്ങൾ എല്ലാവരും കൂടെ ഒക്കെ പോകും, പിള്ളേരും മൃഗങ്ങളൊക്കെ ഇവിടെ നിൽക്കട്ടെ. അവർ പറഞ്ഞു, അതുപോരാ, ഒരു യാഗം വല്ലതും അർപ്പിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ അതിന് ഇതും അനിവാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ പോവുകയാണെങ്കിൽ ഒരു കുളമ്പ് പോലും ശേഷിക്കാതെ ഇവിടുന്ന് പോയേ മതിയാകുകയുള്ളൂ. ഹല്ലേലൂയ. തടയാൻ ചില സമയങ്ങൾ ഒട്ടും. പക്ഷേ ദൈവവൈതലെ ആത്യന്ത വിജയം നിനക്കാ. ദൈവത്തിന് സ്തോത്രം. ഇന്നലെ വരെ തടഞ്ഞതുകൊണ്ട് നിനക്കൊരു വിടുതലില്ലെന്നുള്ളതല്ല ഇതിന്റെ അർത്ഥം. ഇന്നലെ വരെ കഷ്ടപ്പെട്ടത് കൊണ്ട് ഈ ദൈവം മറന്നു കളഞ്ഞതല്ല ഇതിന്റെ അർത്ഥം. ഇന്നലെ വരെ ഒരു വിടുതലില്ലാത്തത് കൊണ്ട് നിന്റെ കണ്ണുനീർ ദൈവം കണ്ടില്ലെന്നല്ല ഇതിന്റെ അർത്ഥം. ഹല്ലേലൂയ. ആ വാക്യത്തിന്റെ മുമ്പിൽ വിശ്വസിച്ചു പറ, എന്റെ പുറപ്പാടിന്റെ സമയമെടുത്തു, എന്റെ വിടുതലിന്റെ സമയമെടുത്തു. എന്റെ വാഗ്ദത്ത നാട്ടിലേക്ക്, ഈ കഷ്ടതയുടേതായ നാട്ടിൽ നിന്ന് എന്റെ പ്രയാണം ആരംഭിക്കുന്ന ഒരു ദിനം എന്റെ മുമ്പിലെടുത്തു. ഹല്ലേലൂയ. വിശ്വാസത്തോടെ യാത്ര ചെയ്യുവാൻ നമുക്ക് ഇന്ന് പകൽക്കാലം ഒന്ന് ഒരുങ്ങാം. ഹല്ലേലൂയ. അരകെട്ടിയും കയ്യിൽ വടി പിടിച്ചുകൊണ്ട് തിടുക്കത്തോടെ ഇസ്രായേൽ ജനം പെസഹ ആചരിച്ച് ഒരു പുറപ്പാടിന് വേണ്ടി സന്നദ്ധരായെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്ക് ഹല്ലേലൂയ ഒന്ന് ഒരുങ്ങാം. എന്റെ വീണ്ടെടുപ്പെടുത്തു. ഹല്ലേലൂയ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ഹല്ലേലൂയ. ചില വിടുതലിന്റെ സമയം നിന്റെ ജീവിതത്തിൽ സമാഗതമായി. ഈ ഏപ്രിൽ മാസത്തിന്റെ പ്രാരംഭ ഞായറാഴ്ചയിൽ ഒരു ഹല്ലേലൂയ ദൈവത്തിൻ്റെതായ വചനം, ദൈവത്തിൻ്റെതായ ആത്മാവിൽ എഴുതപ്പെട്ട വചനം ഇന്ന് പകൽ കുടുംബങ്ങളെ നോക്കി, വ്യക്തികളെ നോക്കി, അല്ലെ നാളുകളായി കരയുന്ന ദൈവജനത്തെ നോക്കി പറയുന്നു, നിന്റെ വിടുതലിന്റെ സമയമെടുത്തു. കർത്താവിന് ചെയ്യാൻ ആ ബലമുള്ള ഭുജം നിനക്ക് വേണ്ടി വെളിപ്പെടുകയാ. ആ ബലമുള്ളതായ ഭുജം നിനക്ക് വേണ്ടി ഹല്ലേലൂയ താനിറങ്ങി വരികയാ. 18-ാം സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ അവൻ മേഘത്തെ തന്റെ തേരാക്കി, അല്ലെ കാറ്റിൻ ചിറകിലിരുന്നു കൊണ്ട് അവൻ സ്വർഗം ചായിച്ചിറങ്ങി വരികയാ, ആകാശം ചായിച്ചിറങ്ങി വരികയാ. ഹല്ലേലൂയ. കെരൂബിനെ വാഹനമാക്കി കർത്താവ് എനിക്ക് വേണ്ടി വെളിപ്പെടുകയാ. നീർത്തോടുകൾ കാണായി വന്നു എന്ന് വായിക്കുന്നത് പോലെ ഹല്ലേലൂയ ചില പുത്തൻ ഉറവകൾ നിനക്ക് വേണ്ടി പൊട്ടി പുറപ്പെടുകയാ. ചില നീർത്തോടുകൾ ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ചില നീർത്തോടുകൾ നിനക്ക് വേണ്ടി പുറപ്പെട്ടു വരുന്ന, ഇന്നലകളിൽ കാണാത്തത്, ഒരുപക്ഷേ നീ ആയിരിക്കുന്ന ഇടത്ത്, കാല് ചവിട്ടി നിൽക്കുന്ന ഇടത്ത് നിനക്ക് വേണ്ടി ചില നന്മയുടെ ഉറവ, നിനക്ക് വേണ്ടി ചില നന്മയുടെ വാതിലുകൾ ഇന്നലകൾ ഒഴുകി വന്നതല്ല, ഇന്നലകളിൽ കാണാത്തത്, ഇന്നലകളിൽ ചിന്തിക്കാത്ത ചിലത് നിനക്ക് വേണ്ടി ചില നീർത്തോടുകൾ അത് ഭൂതലത്തിൽ വെളിപ്പെട്ടു വരികയാണ്. അതാ യഹോവയുടെ ഭുജം നിനക്ക് വേണ്ടി ചെയ്യുന്നത്. ഒന്നാമത് ഈ ഭുജം മുന്നോട്ട് പോകാൻ കഴിയാതെ ബ്ലോക്കായി നിൽക്കുന്ന സാഹചര്യങ്ങളില്ല, ബ്ലോക്ക് മാറ്റാൻ
ആ ഭുജം ഇറങ്ങി വരും. ഹല്ലേലൂയ. ഈ വചനം സംസാരിച്ചപ്പോൾ ആ വിടുതൽ ഇന്ന് പകൽ ഇവിടെ നടന്നിരിക്കുക. ആരൊക്കെ ഏറ്റെടുത്തോ, അതിന്റെ മുമ്പിൽ ആരൊക്കെ സമർപ്പിച്ചോ, അവരിൽ ആ വിടുതൽ സംഭവിക്കുക. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത് നമുക്ക് വായിക്കാം 89-ാം സങ്കീർത്തനം തന്നെ, അതിന്റെ 10-ാമത്തെ വാക്യം. 89-ന്റെ 10-ാം വാക്യം. നീ രഹബിനെ ഒരു ഹതനെ പോലെ തകർത്തു. നിന്റെ ബലമുള്ള ഭുജം കൊണ്ട് നിന്റെ ശത്രുക്കളെ ഒക്കെ ചിതറിച്ചു. ഹല്ലേലൂയ. നീ വിടുതൽ പ്രാപിച്ച് മുന്നോട്ട് പോകുമ്പോ, നീ ദൈവത്തിന്റെ ഉദ്ധാരണം പ്രാപിച്ച് മുന്നോട്ട് പോകുമ്പോ, നിന്നെ നേർക്ക് നേരെ എതിർക്കുന്ന ചില ശത്രു ഉണ്ട്. ഹല്ലേലൂയ. നിന്റെ വഴിയാത്രയിൽ എതിർക്കുന്ന ചില ശത്രു. ആദ്യം ദൈവം ന്യായം വിധിച്ചത് നിന്റെ പുറപ്പാടിനെ തടയുന്ന ശത്രുവിനെയാ. എന്നാൽ പുറപ്പെട്ട ശേഷവും വഴിയാത്രയിൽ വഴിമധ്യേ നിന്നോട് എതിർക്കുന്ന, നിന്നോട് നേർക്ക് നേരെ പോരാടുന്ന, ഹല്ലേലൂയ, നിന്നെ ഏതുവിധ മനസ്സ് മടിപ്പിക്കാൻ തക്കവണ്ണം നിനക്കെതിരെ എതിരേൽക്കുന്ന ചില ശത്രുക്കളുണ്ട്. അവിടെ വായിക്കുന്നത്, നീ രഹബിനെ ഒരു ഹതനെ പോലെ എന്ന് പറഞ്ഞാൽ, ഹതൻ എന്ന് പറഞ്ഞാൽ വാളുകൊണ്ട് വെട്ടേറ്റവൻ, അല്ലെങ്കിൽ യാതൊരു നിലയിലുമുള്ളതായ ഒരു പ്രതികാരം ചെയ്യാൻ കഴിയാതെ നിർഭാഗ്യവാനായി വാളുകൊണ്ട് ഛേദിക്കപ്പെട്ടവനാ ഹതൻ. അങ്ങനെയെങ്കിൽ രഹബിനെ ഒരു ഹതനെ പോലെ തകർത്തു കളഞ്ഞവൻ ബലമുള്ള ഭുജം കൊണ്ട് നിനക്ക് വേണ്ടി ശത്രുക്കളെ തകർത്തു കളയുക. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ഈ വഴി യാത്രയിൽ നിന്നോട് എതിർക്കുന്നവർ കണ്ടെന്നിരിക്കുക, നിന്നോട് മല്ലുപിടിക്കുന്നവർ കണ്ടെന്നിരിക്കുക. നീ ആർക്കൊരു ദോഷം ചെയ്തില്ലെങ്കിലും നിന്റെ നന്മകൾക്കെതിരെ നിൽക്കുന്നവൻ കണ്ടെന്നിരിക്കുക, നിന്റെ നന്മകൾക്കെതിരെ ദൂഷണം പറയുന്നവർ കണ്ടെന്നിരിക്കുക. പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്, കർത്താവേ, ഞാൻ ആർക്കും ഒരു ദോഷം ചെയ്യുന്നില്ലല്ലോ. ഹല്ലേലൂയ. കൊടുക്കുന്നതല്ലാതെ ഞാൻ ആർക്കും ഒരു ദോഷം ചെയ്യുന്നില്ലല്ലോ. ചിലപ്പോൾ ചിലർ ചിന്തിക്കാറുണ്ട്, കർത്താവെ, കൊടുക്കാൻ കഴിയില്ലേലും, ഹല്ലേലൂയ, ഞാൻ ആർക്കും ഒരു ദോഷം ചെയ്യുന്നില്ലല്ലോ, പിന്നെന്താ എനിക്ക് ഇങ്ങനൊക്കെ വരുന്നേ? ഞാൻ എവിടെ തിറങ്ങി തിരിച്ചാലും വാതിലടച്ചുകൊണ്ട് ശത്രു മുമ്പിൽ നിൽക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴുതടച്ച് താഴിട്ട് പൂട്ടുന്നത് പോലെ പലപ്പോഴും എന്റെ മുമ്പിൽ ഞാൻ പലതും കാണുകയാ. ഏതിനിറങ്ങി തിരിച്ചാലും ഒഴിവിപ്പാൻ കഴിയാത്ത നിലകളിൽ ഞാൻ ഭാരപ്പെടുമ്പോ, ഇന്ന് പകൽ ഈ ഭുജമൊന്ന് വെളിപ്പെട്ടാൽ, ഹല്ലേലൂയ, നിന്റെ യാത്രയിൽ നിന്നോട് എതിർക്കുന്ന, നിന്നോട് അടരാടുന്ന, നിന്നോട് യുദ്ധം ചെയ്യുന്ന ആ വ്യക്തി നാസ്തിയായി പോകത്തക്ക നിലയിൽ യഹോവയുടെ ഭുജം ഇന്ന് പകൽക്കാലം വെളിപ്പെട്ടു വരികയാണ്. അല്ലെ, സ്വസ്ഥതയെ നശിപ്പിക്കുന്ന, ദേശത്ത് നിന്നെ പാർപ്പിക്കയില്ലെന്നോ, ദേശത്ത് നിന്നെ ഉറപ്പിക്കയില്ലെന്നോ, നീ ചെയ്യുന്ന ജോലിയിലോ നിന്നെ സ്ഥിരപ്പെടുത്തുകയില്ലെന്നോ, നിനക്ക് ലഭിക്കേണ്ട നന്മകളാകട്ടെ, നിനക്ക് ലഭിക്കേണ്ടതായ പ്രമോഷനാകട്ടെ, നിനക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളാകട്ടെ, അതിനെ തടയുന്ന നിലയിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ ദൈനംദിന ജീവിതാനുഭവങ്ങളോടുള്ള ബന്ധത്തിൽ കർത്താവ് പറഞ്ഞിട്ടുള്ളതൊന്നും വേണ്ടതുപോലെ പ്രാപിച്ചെടുപ്പാൻ കഴിയാതെ ഒരു പൊത്തോരത്തെ അനുഭവത്തിൽ ഒതുക്കിയിടുമ്പോൾ ഇന്ന് പകൽക്കാലം ഈ ഭുജം ചിലതിനെ തകർക്കുകയാ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ ഭുജം ചിലതിനെ തകർക്കുകയാ. ഞാനും നീ ഒന്നും ചെയ്യണ്ട. യഹോവ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ, യഹോവ നമുക്ക് വേണ്ടി എഴുന്നേറ്റാൽ ആ ഭുജം നമുക്ക് വേണ്ടി ചിലത് ചെയ്യും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ മുഴങ്കാൽ മടക്കാൻ നീ ഞാനും തയ്യാറായാൽ മതി. നിന്റെ പ്രാർത്ഥന വൃഥാവായി പോകത്തില്ല, നിന്റെ കണ്ണുനീർ വൃഥാവായി പോകയില്ല. ആദിമസഭ ഒരു പത്രോസിന് വേണ്ടി ഇരുന്ന് കരഞ്ഞെങ്കിൽ ആ കണ്ണുനീർ വൃഥാവായി പോയില്ല. ആ കണ്ണുനീർ, ഹല്ലേലൂയ, അവന്റെ വിടുതലിന് കാരണമായി തീർന്നെങ്കിൽ യഹോവയുടെ ഭുജം, ഹല്ലേലൂയ, സിംഹാസനത്തിൽ ഇരുന്ന ഹെരോദാവിന്റെ മേൽ വെളിപ്പെട്ടു. യഹോവയുടെ ദൂതൻ അവനെ അടിച്ചു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ആരാണോ നിന്റെ ക്രിസ്തീയ ജീവിതത്തില്, നിന്റെ ആത്മീക ജീവിതത്തില്, ക്രിസ്തീയ ജീവിതത്തിന്റെ ജൈത്രയാത്രയില്, ഹല്ലേലൂയ, തടസ്സം നിന്നുകൊണ്ട് ഏതൊരു വ്യക്തിയാണോ നിനക്കെതിരെ നിൽക്കുന്നത്, ആ വ്യക്തിയെ ഓർത്ത് ആ വ്യക്തിയുടെ മേലൊരു ദൈവകോപം വെളിപ്പെടാൻ നീ പ്രാർത്ഥിക്കണ്ട. പക്ഷേ കർത്താവേ, എന്നെ നിലനിർത്തണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച ദൈവം സമയാസമയങ്ങളിൽ ചെയ്തേണ്ട ദൈവം ചെയ്യും. വെട്ടേണ്ടതിനെ ദൈവം വെട്ടും, ചെത്തേണ്ടതിനെ ദൈവം ചെത്തും. ഹല്ലേലൂയ. കരം ഭാരമാകേണ്ടതിന് മേൽ യഹോവയുടെ കരം ഭാരമാകും. അത് ദൈവത്തിന്റെ നീതിയാ. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കുന്നവനോടുള്ള ബന്ധത്തിൽ, വിശ്വസ്തയോടും പരമാർത്ഥതയോടും ദൈവത്തെ സേവിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിനത് ചെയ്യാതിരിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. സമയം വേഗത്തിൽ പോകുന്നല്ലോ. വാക്കുകൾക്ക് ഞാൻ വേഗത്തിൽ അവസാനം കുറിപ്പിക്കാം. ഈ ഭുജം ഒന്നാമത് വെളിപ്പെടുന്നത്, മുന്നോട്ട് പോകാൻ കഴിയാതെ ഭാരപ്പെടുന്ന മേഖലകളിൽ ഈ ഭുജം വെളിപ്പെടും. രണ്ടാമത്, ക്രിസ്തീയ ജീവിതത്തിൽ ദൈനംദിന അനുഭവങ്ങളിൽ എതിർക്കുന്ന ശത്രുവിനോട്, ഹല്ലേലൂയ,
എതിർക്കാൻ എനിക്കും നിനക്കും കഴിയത്തില്ല, അതിനുള്ള ശക്തിയില്ല. അല്ലെ, എതിർത്താലോട്ട് നടക്കത്തുമില്ല. പക്ഷേ അവിടെ നിനക്ക് വേണ്ടി കർത്താവ് എതിർക്കും. ഹല്ലേലൂയ. ദൈവം തന്റെ ദൂതനെ അയച്ച, ഹല്ലേലൂയ, തന്റെ ശക്തി അയച്ച, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നുള്ളൂ, നിന്റെ ശക്തിയുടെ വലിപ്പത്താൽ ശത്രുക്കൾ നിനക്ക് കീഴടങ്ങും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം അല്ലെ, ഇന്നലെ വരെ നമ്മെ കീഴടക്കാൻ നോക്കിയ ചിലതിന്റെ നടുവില്, ഹല്ലേലൂയ, കീഴടങ്ങി പോയേണ്ടി വരുമോ എന്നുള്ള ഭയം കൊണ്ട്, ഹല്ലേലൂയ, നമ്മൾ ഭാരപ്പെട്ട വേളകളിലൊക്കെ ഇനി നീ കീഴടങ്ങാനും സമ്മതിക്കയില്ല. നിന്നെ കീഴടക്കാൻ നോക്കിയതിനെ നീ കീഴടക്കും. ദൈവത്തിന് സ്തോത്രം. സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നമ്മുടെ കാൽ കീഴെ മെതിച്ചു കളയുമോ ദൈവത്തിന്റെ വചനം പറയുന്നെങ്കിൽ, ആ വചനം സത്യമായി അംഗീകരിച്ച് വിശ്വസിക്കുന്നെങ്കിൽ, ദൈവം ഇതില് ചിലതോ നിന്റെ കാൽ കീഴെ ദൈവം മെതിച്ചു കളയുന്നത് കാണുവാൻ, അല്ലെ ചിലതോ നിന്റെ കാൽക്കൽ വരുന്നത് വീഴുന്നത് കാണാൻ, ചിലത് ഹല്ലേലൂയ നിന്നോട് ഹല്ലേലൂയ തെറ്റിപ്പോയി എന്ന് പറയുന്നത് കേൾക്കുവാൻ ദൈവം നിനക്ക് ഇടവരുത്തും. ദൈവത്തിന് സ്തോത്രം. നീ പ്രാർത്ഥിച്ചാ മതി. ഹല്ലേലൂയ. നീ നിഷ്കളങ്കതയോടെ ദൈവസന്നിധിയിൽ നിന്നാ മതി. ഹല്ലേലൂയ. ദൈവത്തിന്റെ വിടുതലിന് മറ്റൊന്നിന്റെയും ആവശ്യമില്ല, മറ്റൊരാളുടെയും ശുപാർശയുടെ ആവശ്യമില്ല. നിഷ്കളങ്കതയും നേരോടും കൂടെ പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തെ സേവിക്കുക. സങ്കീർത്തനം 18 പറയുന്നത് പോലെ, അവന്റെ കാഴ്ചയിൽ എന്റെ കൈകൾക്കുള്ള വെടിപ്പിൻ പ്രകാരം അവൻ എനിക്ക് പകരം തന്നു. ദൈവത്തിന് സ്തോത്രം. കൈകൾ വെടിപ്പുള്ളതായിരിക്കട്ടെ, ജീവിതം നിർമ്മലമായിരിക്കട്ടെ, ശുദ്ധഗതിയോടെ ദൈവത്തെ വിളിച്ചാൽ ദൈവം നിനക്ക് മറഞ്ഞിരിക്കയില്ല. ദൈവത്തിന് സ്തോത്രം. മൂന്നാമതായി, അവസാനമായി, യെശയ്യാ പ്രവചനം 63-ാം അധ്യായം 12-ാമത്തെ വാക്യം. യെശയ്യാ പ്രവചനം 63-ാം അധ്യായം 12-ാമത്തെ വാക്യം. തന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലം കൈക്കൽ ചെല്ലുമാറാക്കി. മൂന്നാമത്തെ ഭുജം തന്റെ മഹത്വമുള്ള ഭുജം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. മോശയുടെ വലം കൈക്കൽ ചെല്ലുമാറാക്കി. മോശ എന്ന് പറയുന്ന സാധാരണക്കാരനെ ഒരുപക്ഷെ വേണ്ടതുപോലെ സംസാരിപ്പാൻ, ഹല്ലേലൂയ, ബലമില്ലാത്തവനെ, ഒരുപക്ഷെ ഞാൻ കഴിവില്ലാത്തവനെന്ന് സ്വയം സമ്മതിച്ചവനെ, അസാധാരണ പ്രവൃത്തികൾക്ക് അല്ലെങ്കിൽ ബലപ്പെടുത്തിയത് ഈ കരമാണ്. അവിടെ വായിക്കുന്നത്, അല്ലെങ്കിൽ യഹോവയുടെ മഹത്വമുള്ള ഭുജം മോശയുടെ വലം കൈക്കൽ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവ പൈതലേ, എന്റെ വലങ്കരത്തിന് മീതെ നീണ്ടുവരുന്ന ഒരു കരം, ഞാൻ എവിടെല്ലാം കരം വെക്കുമെന്നോ ദൈവനാമത്തിൽ. ഹല്ലേലൂയ. ദൈവനാമത്തിൽ കർത്താവിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്കായി ദൈവനെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായി ഞാൻ ഏതൊക്കെ വിഷയത്തിൽ കൈവെക്കുന്നുവോ ആ കരത്തിന്റെ മീതെ വ്യാപരിക്കുന്ന ഒരു ദൈവകരം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നീ തൊടുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. നീ തൊടുന്നത് അനുഗ്രഹിക്കപ്പെടാൻ കാരണം നിന്റെ കരത്തിന്റെ മീതെ ഉള്ള ഒരു കരമുണ്ട്. നിന്റെ കരത്തിന് മീതെ എത്തുന്ന ഒരു കരമുണ്ട്. ഒരുപക്ഷെ മാംസനേത്രങ്ങൾ കൊണ്ട് അത് കാണാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ഈ ലോകത്തിലെ മനുഷ്യന് സാധാരണക്കാരത് കാണാൻ കഴിയത്തില്ല. അതുകൊണ്ടല്ലേ പലപ്പോഴും ഒക്കെ ആളുകൾ നമ്മോട് ചോദിക്കുന്നത്, ഹല്ലേലൂയ, നിങ്ങൾ എങ്ങനെയാ നിന്നതെന്ന് ചോദിക്കുന്നത്, എങ്ങനെ അത് ചെയ്തതെന്ന് ചോദിക്കുന്നത്, എങ്ങനെ അതിലൊക്കെ ഹല്ലേലൂയ അത് ജയിച്ചതെന്ന് ചോദിക്കുന്നത്. ഹല്ലേലൂയ. പലപ്പോഴും തെളിവായി പലരും കണ്ടിട്ടുള്ള അനേക സംഭവങ്ങളുണ്ട്. ഹല്ലേലൂയ. അനേക പ്രതികൂലങ്ങളുടെ നടുവിൽ ഒറ്റക്കിരിക്കുന്ന, നിലവിളിക്കുന്ന, അല്ലെങ്കിൽ ഉപവസിക്കുന്ന, പ്രാർത്ഥിക്കുന്നവരെ ചുറ്റിപ്പറ്റി പരിപാലിക്കാൻ ദൈവം തന്റെ സേനകളെ ഇറക്കിയിട്ടുള്ള എത്രയോ സംഭവങ്ങൾ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളവരില്ലേ. ഹല്ലേലൂയ. വർഷങ്ങൾക്ക് മുമ്പ്, ഹല്ലേലൂയ, ആഫ്രിക്കയിലെ സുവിശേഷീകരണത്തിന് വേണ്ടി ഒരു മിഷനറി തന്റെ കുടുംബത്തോടും സഹോദരങ്ങളോടും ചേർന്ന് ആ ഒരു ദേശത്തെ സുവിശേഷീകരണത്തിന് വേണ്ടി പ്രധാന സ്ഥലത്തെത്തി. വനത്തിലൂടെ കിലോമീറ്ററുകൾ ദൂരം യാത്ര ചെയ്ത് വേണം ലക്ഷ്യസ്ഥലത്തെത്തുവാൻ. ഹല്ലേലൂയ. കാൽനടയല്ലാതെ മറ്റൊരു യാത്രാ മാധ്യമങ്ങൾ ഇല്ലാത്തത് കൊണ്ട്, ഉപയോഗിക്കാൻ കഴിയാത്തത് കൊണ്ടും ആ നിലയിൽ കാൽനടയായി കിലോമീറ്ററുകളൊക്കെ യാത്ര ചെയ്തു. രാത്രിയായതുകൊണ്ടും ക്ഷീണമുള്ളത് കൊണ്ടും ഒരിടത്ത് അന്ന് രാത്രി തീ കൂട്ടി അവർ അല്പസമയം വിശ്രമിപ്പാൻ ആഗ്രഹിച്ച് കയ്യിലുള്ള ഭക്ഷണങ്ങളൊക്കെ എടുത്തു കഴിച്ചിട്ട് തീ കൂട്ടി അവരിങ്ങനെ വിശ്രമിക്കുക. അപ്പോൾ ഈ ഘോര വനാന്തരമാണ്, ഒരുപക്ഷെ മൃഗങ്ങളൊക്കെ അവിടെയുണ്ട്. അതുകൊണ്ട് അവർ പരസ്പരം തീരുമാനിച്ച ഒരു തീരുമാനം, ഓരോ മണിക്കൂറോ 2 മണിക്കൂറോ ഓരോരുത്തരും ഉണർന്നിരിക്കണം. ഏതെങ്കിലും ബുദ്ധിമുട്ടുള്ളതായ സാഹചര്യങ്ങൾ കണ്ടാൽ മറ്റുള്ളവരെ ഉണർന്നിരിക്കുന്നവർ ഉണർത്തണം. അങ്ങനെ ഇവരിങ്ങനെ ഉണർന്നുണർന്ന് കിടക്കുക. ബാക്കിയുള്ള എല്ലാവരും വളരെ നിദ്രയിൽ ആണ്ടുപോയി. നടപ്പിന്റെ ക്ഷീണം കൊണ്ടും
ആ രാത്രിയുടെ ആ ഭയാനകത കൊണ്ടും. എന്നാൽ ഇവർ ഈ കാട്ടിലേക്ക് പ്രവേശിച്ച സമയം മുതൽ ഒരു വലിയ കൊള്ളസംഘം ഇവരെ തകർക്കുവാൻ, ഇവരുടെ കയ്യിലുള്ളതൊക്കെ അടിച്ചെടുക്കുവാനായി ഒരു വലിയ കൂട്ടം ആളുകൾ ഇവരെ വളരെ അകലത്തിൽ ഇങ്ങനെ പിൻചെല്ലുകയാണ്. അവർ വളരെ സൂക്ഷ്മമായി അവർ നിരീക്ഷിച്ചപ്പോൾ മനസ്സിലായി ഇവർ 7 പേരടങ്ങുന്നതായ ഒരു കൂട്ടമാണ് ഈ മിഷണറിയോടൊപ്പം ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. ഈ 7 പേരാണ് ഇദ്ദേഹത്തിന്റെ കുടുംബവും സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ളത്. ഇവരിങ്ങനെ പല പ്രാവശ്യം എണ്ണി തിട്ടപ്പെടുത്തിയപ്പോഴും അവർക്ക് മനസ്സിലായത് 7 മാത്രമാണ്. എന്നാൽ രാത്രിയിൽ ഇവർ വിശ്രമിക്കാൻ കിടക്കുന്ന വേളയിൽ ഇവർ തമ്മിൽ ഇങ്ങനെ പറഞ്ഞൊത്തു, നമുക്ക് ഇത്ര മണിയാകുമ്പോൾ ഇവർ ഗാഠനിദ്രയിലേക്ക് ആണ്ടുപോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇവരെ ആക്രമിച്ച് ഇവരെ തകർത്ത് കളയണം. ഈ വന്ന ആളുകൾ 7 പേരാണ്. അവർ പറഞ്ഞു, ഈ 7 പേരെ തകർക്കാൻ നമുക്ക് നിസാര സമയം മതി, നിസാര ബലം മതി. കാരണം അവരെക്കാൾ കായിക ശേഷിയുള്ളവരും ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് പരിചയമുള്ള നമുക്ക് ഈ ക്ഷീണിച്ചവരെ തകർക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇവർ പറഞ്ഞതായ സമയം അടുക്കാറായപ്പോഴത്തേക്ക് ഇവർ അതിനോട് ഇങ്ങനെ അടുത്തടുത്തടുത്ത് വരുമ്പോൾ പെട്ടെന്ന് അവർ പുറകോട്ട് മാറിപ്പോകത്തക്കതായ നിലകളിൽ ഒരു കാഴ്ച അവർ കണ്ടു. ഹല്ലേലൂയ. ഈ 7 പേര് ഇങ്ങനെ ഇവിടെ കിടന്ന് ഉറങ്ങുമ്പോൾ 21 പേരടങ്ങുന്ന ഒരു വലിയ ഒരു ടീം അവരെ ഇങ്ങനെ ചുറ്റി നിൽക്കുന്ന ഒരു കാഴ്ച കാണാനിടയായി. ഈ കാഴ്ച കണ്ട് ഒരുപക്ഷെ നിദ്ര ഇവർക്കും വരുന്നത് കൊണ്ടായിരിക്കാമെന്നുള്ളതായ ഒരു തെറ്റിദ്ധാരണ കൊണ്ട് മാറി മാറി പല ആംഗിളിൽ പോയി ഇവരിത് വാച്ച് ചെയ്തു. പല മണിക്കൂറുകളിൽ ഇത് വാച്ച് ചെയ്തു. പക്ഷേ അവർ കണ്ട ഒരു കാഴ്ച 7 പേരെ കാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ കണ്ടുള്ളൂ. പക്ഷേ ഇവർ കിടന്നുറങ്ങുമ്പോൾ 21 പേരടങ്ങുന്നതായ ഒരു വലിയ കൂട്ടം വലിയ ആയുധങ്ങളോടുകൂടെ വലിയ ബലമുള്ള ആരോഗ്യ ദൃഢഗാത്രന്മാരായ ആളുകൾ ഇവരെ ചുറ്റിവളഞ്ഞിരിക്കുന്ന കാഴ്ച കണ്ടു. ഹല്ലേലൂയ. പലരും ഈ സംരംഭത്തിൽ നിന്ന് ഒന്നും ചെയ്യാൻ കഴിയാതെ പുറകോട്ട് മാറിയപ്പോൾ അതിൽ ലീഡറായിരിക്കുന്ന ആ മനുഷ്യൻ പറഞ്ഞു, ഇന്നുവരെ ഞാൻ കാണാത്ത ഒരു കാഴ്ചയാ. 7 പേരെ ഉള്ളൂ എന്നുള്ളത് ഞാനും നിങ്ങൾ ഉറപ്പുവരുത്തിയതാ. എന്നാൽ ഈ കാണുന്ന കാഴ്ചയുടെ രഹസ്യം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടേ മടങ്ങുകയുള്ളൂ. ആ മനുഷ്യൻ പ്രഭാതം വരെ കാത്തിരുന്നു. മറ്റുള്ള ആളുകളെല്ലാം അദ്ദേഹത്തെ വിട്ടുപോയി. പ്രഭാതത്തിൽ ഈ മിഷണറിയുടെ അടുക്കൽ ചെന്നിട്ട് അദ്ദേഹം മുട്ടുകുത്തിയിട്ട് ചോദിച്ചു, അങ്ങയുടെ പേരെന്താണ്? അങ്ങ് എവിടെ നിന്ന് വന്നു? എന്തിനിവിടെ വന്നു? എവിടേക്ക് പോകുന്നു എന്ന കാര്യങ്ങളൊക്കെ ചോദിച്ച് മിഷണറി ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞ ശേഷം മിഷണറി അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ ആരാണ്? താങ്കൾ ഇങ്ങനെ ഞങ്ങളോട് ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ കാരണം എന്താ? അദ്ദേഹം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വളരെ സംക്ഷിപ്തമായി പറഞ്ഞു, നിങ്ങളെ ആക്രമിച്ച് കീഴടക്കുവാനും നിങ്ങളെ കൊള്ളയടിക്കുവാൻ ഞങ്ങൾ 7 പേരടങ്ങുന്ന ഒരു സംഘം ഇന്നലെ രാത്രി ഇത്ര മണി മുതൽ ഇത്ര മണി വരെ നിങ്ങൾക്ക് ചുറ്റും നിങ്ങളോട് അടുക്കുവാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. പക്ഷേ 21 പേരടങ്ങുന്നതായ ഒരു വലിയ സംഘം ഹല്ലേലൂയ നിങ്ങളെ കോട്ട കെട്ടി കാവൽ ചെയ്യുന്ന പോലെ ഞങ്ങൾക്ക് കാണാനിടയായി. അപ്പോൾ ആ മിഷണറി പറഞ്ഞ ഒരു കാര്യം, ഞാൻ ഇങ്ങനെ ഒരു അറിവ് കേട്ടിട്ടുണ്ട്. ചില വർഷങ്ങളായി ആഫ്രിക്കയുടെ കിരാതന്മാരോട് സുവിശേഷം അറിയിക്കാൻ ആഫ്രിക്കയിലുള്ള കിരാതന്മാർ ദൈവത്തെ അറിയാൻ വേണ്ടി 21 പേരടങ്ങുന്നതായ ഒരു ചെയിൻ പ്രയർ നടക്കുകയാണ് പകലും രാത്രിയും. മാറി മാറി ഓരോ ദിവസങ്ങൾ 21 പേരടങ്ങുന്നതായ ടീം ഇങ്ങനെ രാപ്പകലില്ലാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. 21 പേര് അവിടെ മുഴങ്കാൽ മടക്കുമ്പോൾ ഹല്ലേലൂയ 21 പേർക്ക് വേണ്ടി ദൈവം തന്റെ സേനകളെ ഇവിടെ അയക്കാനിടയായി. ദൈവത്തിന് സ്തോത്രം. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു എന്ന് വായിക്കുന്നത് പോലെ ദൈവമക്കളെ മോശയുടെ വലങ്കരത്തിന് ഈ കരമെത്തിയതുപോലെ ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളുമായിരിക്കുന്ന മേഖലകളിൽ പലതും നമ്മെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് നമ്മുടെ മാനുഷിക കരമല്ല. പല കാര്യങ്ങളും ചെയ്ത് ഒരു വിജയത്തിൽ എത്തിപ്പിക്കുന്നത് നമ്മുടെ കരമല്ല. ആ മോശയുടെ കരക്കിലെത്തിയ ഹല്ലേലൂയ യഹോവയുടെ മഹത്വമുള്ള ഒരു ഭുജം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? എന്റെ കരത്തിനു മീതെ ആ കരമുണ്ടെന്ന് ഞാൻ അറിയുന്നുണ്ട്. അത് വിശ്വസിക്കുന്നവർ ആ ലജ്ജിക്കാതെ വലത്തുകരമൊന്ന് ഉയർത്തി അല്പസമയം ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. എന്റെ കരത്തിന്റെ മേലൊരു ദൈവത്തിന്റെ കരമുണ്ട്. എന്റെ കരത്തിന് മേലൊരു ദൈവത്തിന്റെ കരമുണ്ട്. അത് ഞാൻ അറിയുന്നു. നന്ദിയോടെ ആ ദൈവത്തിന് മഹത്വം അർപ്പിച്ച ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, പരിശുദ്ധനായ കർത്താവേ, ഈ നല്ല നിമിഷത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഒരു വട്ടം കൂടെ കർത്താവിന്റെ പാദപീഠത്തിൽ ആയിരിക്കാൻ അങ്ങേ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്ക് നൽകി തന്ന വിലപ്പെട്ട അവസരത്തിനായി സ്തോത്രം. മനോഹരമായി ഈ ആരാധനയിൽ ഞങ്ങൾ കർത്താവെ മുഴങ്കാൽ മടക്കിയ സമയം മുതൽ അവിടെ ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നു. പാടാനുള്ള കൃപ തന്നു. പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തി. ഹല്ലേലൂയ ഹല്ലേലൂയ. വീര്യമുള്ളത് ഒരു ഭുജത്തെ കുറിച്ച് അല്പസമയം ഗ്രഹിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചല്ലോ. ഹല്ലേലൂയ. കരം എങ്ങനെ വെളിപ്പെടുന്നു എന്ന് ഞങ്ങൾക്കറിയാനിടയായല്ലോ. ഹല്ലേലൂയ. മുമ്പോട്ട് പോകാൻ കഴിയാത്ത മേഖലകളിൽ ആ കരം ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്നു എന്ന്
ദൈനംദിന ജീവിതത്തിൽ ഞങ്ങളോട് എതിർക്കുന്ന ശത്രുക്കളുടെ മുമ്പിൽ ആ കരം ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്നു എന്ന് ഹല്ലേലൂയ. പലപ്പോഴും ഞങ്ങൾ ഒറ്റയ്ക്കാകുന്ന സാഹചര്യങ്ങളിൽ ഞങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഓർത്ത് ഞങ്ങൾ ഭാരപ്പെടുമ്പോൾ ഹല്ലേലൂയ, ദൈവത്തിന്റെ പദ്ധതി ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങളുടെ കരത്തിന് പിടിക്കുന്ന, ഞങ്ങളുടെ കരത്തിലെത്തുന്നതായ, ഞങ്ങളുടെ കരത്തിന്റെ മീതെ ചലിക്കുന്ന ഒരു കരമുണ്ടെന്ന് ഇന്ന് പകൽ ഞങ്ങളോട് സംസാരിച്ചല്ലോ. ഈ വചനത്തിന് മുമ്പിൽ അടിയനെ സമർപ്പിക്കുന്നു, അവിടുത്തെ മക്കളെ സമർപ്പിക്കുന്നു. തിരുവചനം പോലെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വസ്തയോടെ നിൽപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. എല്ലാ മഹത്വവും എല്ലാ മാനവും അവിടുത്തേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടല്ലോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ 3 പ്രാവശ്യം ഉറക്കെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഞ്ഞാട്ടിൻ തിരുനീണത്താ വീണ്ടെടുത്തുയനെ, കുഞ്ഞാട്ടിൻ തിരുനീണത്താ വീണ്ടെടുത്തുയനെ, താങ്ങുന്നു ഭുജബലത്താ, താങ്ങുന്നു ഭുജബലത്താ. എങ്ങനെ ഞാൻ വർണ്ണിക്കാതിരിക്കും, നൃത്തം ചെയ്യാതെ ഞാൻ എങ്ങനെ നിൽക്കും, എങ്ങനെ ഞാൻ വർണ്ണിക്കാതിരിക്കും, നൃത്തം ചെയ്യാതെ ഞാൻ എങ്ങനെ നിൽക്കും. ഏഴയാമെന്നെ ഉഴിയിൽ താങ്ങുവാൻ യാഹല്ലാതാരുമേ ഇല്ല ഇല്ല. ഏഴയാമെന്നെ ഉഴിയിൽ താങ്ങുവാൻ യാഹല്ലാതാ ഇല്ല ഇല്ല. മനസ്സു തകർന്നിടുമ്പോ, ഹൃദയം നുറുങ്ങിടുമ്പോ, മനസ്സു തകർന്നിടുമ്പോ, ഹൃദയം നുറുങ്ങിടുമ്പോ, താങ്ങുന്നു ഭുജബലത്താ, താങ്ങുന്നു ഭുജബലത്താ. എങ്ങനെ ഞാൻ വർണ്ണിക്കാതിരിക്കും, നൃത്തം ചെയ്യാതെ ഞാൻ എങ്ങനെ നിൽക്കും, എങ്ങനെ ഞാൻ വർണ്ണിക്കാതിരിക്കും, നൃത്തം ചെയ്യാതെ ഞാൻ എങ്ങനെ നിൽക്കും. ഏഴയാമെന്നെ ഉഴിയിൽ താങ്ങുവാൻ യാഹല്ലാതാരുമേ ഇല്ല ഇല്ല. ഏഴയാമെന്നെ ഉഴിയിൽ താങ്ങുവാൻ യാഹല്ലാതാരുമേ ഇല്ല ഇല്ല. വിശ്വസ്തതയും ദയയും വന്നു ചേരും നീതാവേഗത്തിൽ, വിശ്വസ്തതയും ദയയും വന്നു ചേരും നീതാവേഗത്തിൽ. കാൽവരി നായകനേ, കാൽവരി നായകനേ, എങ്ങനെ ഞാൻ വർണ്ണിക്കാതിരിക്കും, നൃത്തം ചെയ്യാതെ ഞാൻ എങ്ങനെ നിൽക്കും, എങ്ങനെ ഞാൻ വർണ്ണിക്കാതിരിക്കും, നൃത്തം ചെയ്യാ